ഈ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ കയറി വരുന്ന വഴിക്കൊക്കെ ഇതുപോലുള്ള ലാൻഡുകൾ ഡെവലപ്പ് ചെയ്ത് പ്ലോട്ടുകൾ തിരിച്ചും വിറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ രീതിയിലും ചിന്തിക്കാവുന്നതാണ്. കേവലം 55 ലക്ഷം രൂപയ്ക്ക് 1.5 ഏക്കറിന് മേളിൽ വരുന്ന അടിപൊളി ഒരു ലോറി സൈറ്റ് കേട്ടോ. ഇതാ ഈ കാണുന്ന വഴിയെ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 750 മീറ്റർ പോയാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തും. ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിന് സമീപമാണ്. വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ, അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസാണ് പറഞ്ഞത് കേട്ടോ. വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 10 കിലോമീറ്ററും വെമ്പായം ജംഗ്ഷനിൽ നിന്ന് 9.5 കിലോമീറ്ററുമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത്. നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്നൊക്കെ വേഗം ആക്സസിബിലിറ്റി ഉള്ള നല്ലൊരു കിടിലൻ ലൊക്കേഷനിൽ ഫാമിനെല്ലാം അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് 55 ലക്ഷം രൂപയ്ക്ക് 1 ഏക്കർ 55 സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. വെഞ്ഞാറോട് നിന്ന് വരുമ്പോൾ തേമ്പാമൂട് ജംഗ്ഷനിൽ നിന്ന് വീണ്ടും വരുമ്പോൾ പുല്ലമ്പാറ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ മാമൂട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും. ആ ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മാമൂട് വെഞ്ഞാറമൂട് എന്നായാലും നമ്മൾ തേമ്പാമൂട് വന്നിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്നതായി ഈ വഴി. നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ ജംഗ്ഷൻ വരേക്കുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അതിനകത്തേക്കുള്ള റോഡ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. മാമൂട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 750 മീറ്റർ മാറി ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. അതായത് വലിയ ലോറി വരുന്ന നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് പ്രോപ്പർട്ടി ഉള്ളത്. അതുപോലെ പ്രോപ്പർട്ടിയുടെ റോഡ് ഫ്രണ്ടേജ് നോക്കി നമുക്കിത് ഇത്രയും ദൂരം നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിട്ടും. അവിടെ തൊഴിലുറപ്പ് അതിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങേ അറ്റത്തൊരു ബോർഡുണ്ട്. ഇതുവരേക്കും നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടും. ടോട്ടലായിട്ട് 1 ഏക്കർ 55 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. നമുക്കിത് ഇങ്ങനെ ഒന്ന് നിരന്നിട്ട് പിന്നീട് പിൻവശത്തേക്ക് കുറച്ചൊരു സ്ലോപ്പിങ്ങിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പേ. ഫുള്ളായിട്ട് ഇപ്പോൾ റബ്ബർ വെച്ചേക്കുവാണ്. റബ്ബർ വെട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ റബ്ബർ അങ്ങനെ എന്തെങ്കിലും നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷനാണ്. നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നുള്ളവർക്ക് പെട്ടെന്ന് വന്നു പോകാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ഒരു ഫാമൊക്കെ സെറ്റ് ചെയ്യണം, ഒരു ഫാം ഹൗസൊക്കെ സെറ്റ് ചെയ്യണം. സിറ്റിയിൽ നിന്ന് നമുക്ക് ആക്സസിബിലിറ്റി വേണം. അതായത് പെട്ടെന്ന് വന്നു പോകാൻ പറ്റുന്ന ഡിസ്റ്റൻസിലായിരിക്കണമെന്ന് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. കാരണം കൂടുതൽ മലയും കുന്നൊന്നും കയറേണ്ട കാര്യമില്ല. ജംഗ്ഷനിൽ നിന്ന് നല്ല വലിയ വണ്ടി വരുന്ന നല്ലൊരു സൈറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു ഫാം ഹൗസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് താഴേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തൊഴുത്തുകളോ ഇപ്പോൾ പോത്ത് ഫാമോ ഗോഡ് ഫാമോ എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ടോട്ടലായിട്ട് 1 ഏക്കർ 55 സെൻറ്റ് സ്ഥലമാണുള്ളത്. ഈ കാണുന്ന രീതിയിൽ നമുക്ക് അങ്ങോട്ടൊരു ചരിവാണ്. അങ്ങനെയാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ്. നമുക്ക് തമ്പാനൂർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് 30 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതായത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 30 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വരത്തില്ല, വളരെ കുറവാണ്. നമുക്ക് വെമ്പായത്ത് നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം. വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്നും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം. വെമ്പായത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയിലേക്ക് 9.5 കിലോമീറ്ററും വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് നോക്കുവാണെങ്കിൽ 10 കിലോമീറ്ററുമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമുക്കിതിൻ്റെ വിലയാണ് ഹൈലൈറ്റ്. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 1 സെൻറ്റിന് 35,000 രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. നമുക്കപ്പോൾ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് കേട്ടോ. ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിക്കുക. നമ്മൾ എന്തായാലും മൊത്തത്തിൽ വാങ്ങുമ്പോഴത്തേക്കും റിഡക്ഷന് സാധ്യതയുണ്ട്. ആ കാര്യം നേരിട്ട് ഓണറുമായിട്ട് തന്നെ നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ്. തിരുവനന്തപുരം സിറ്റിയോട് ചേർന്ന് ഫാം ലാൻഡിന് പറ്റിയ അല്ലെങ്കിൽ കൃഷി ആവശ്യത്തിനൊക്കെ പറ്റിയതോ അല്ലെങ്കിൽ ഇതുപോലെ ലൈഫ് സ്റ്റോക്ക് ഫാമൊക്കെ ചെയ്യാൻ പറ്റിയ പ്രോപ്പർട്ടീസൊക്കെ ചോദിച്ച് നിറയെ ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ലൊക്കേഷനാണ്. ചെറിയൊരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് വാങ്ങാനും സാധിക്കും. ഇതിൻ്റെ അടുത്തൊക്കെ വീട് വരുന്നത് ഈ ഒരു വീടാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഇങ്ങനെ ഒരു വീടുണ്ട്. പിന്നീട് അടുത്ത വീടുകൾ കുറേ കൂടെ അപ്പുറത്തേക്കൊക്കെയാണ് വരുന്നത്. ഈ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ കയറി വരുന്ന വഴിക്കൊക്കെ ഇതുപോലുള്ള ലാൻഡുകൾ ഡെവലപ്പ് ചെയ്ത് പ്ലോട്ടുകൾ തിരിച്ചും വിറ്റിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ രീതിയിലും ചിന്തിക്കാവുന്നതാണ്. നമുക്ക് ഒരു സൈഡിലൂടെ താഴേക്ക് വഴിയിട്ടതിന് ശേഷം നമുക്കിതിനകത്ത് വേണമെങ്കിൽ പ്ലോട്ടുകൾ തിരിക്കാം. പക്ഷേ പ്ലോട്ടുകൾ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ റീറ്റെയിനിങ് വാളടിച്ച് തട്ടുകളാക്കി തിരിക്കേണ്ടതായിട്ട് വരും. ആ രീതിയിൽ ഐഡിയ ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലാക്കാം. ഉദ്ദേശിക്കുന്ന വില 1 സെൻറ്റിന് 35,000 രൂപയാണ്. ടോട്ടലായിട്ട് 1 ഏക്കർ 55 സെൻറ്റ് സ്ഥലമാണുള്ളത്. നമുക്കിവിടെ നിന്ന് അടുത്തായിട്ട് പള്ളി നോക്കുകയാണെങ്കിൽ പള്ളി തൊട്ടടുത്തായിട്ടുണ്ട്. ക്രിസ്ത്യൻ പള്ളി ആയാലും മുസ്ലിം പള്ളി ആയാലും നമുക്കിവിടെ അടുത്തായിട്ടൊക്കെ തന്നെയുണ്ട്. മാമൂട് ജംഗ്ഷനിലായിട്ട് തന്നെ നമുക്കൊരു മുസ്ലിം പള്ളി വരുന്നുണ്ട്. അതുപോലെ വേങ്കമല ദേവി ക്ഷേത്രം, ഭഗവതി ക്ഷേത്രം നമുക്കിവിടെ നിന്നൊരു 2-2.5 കിലോമീറ്റർ അതിനകത്തുള്ള ഡിസ്റ്റൻസാണ് വേങ്കമല ഭഗവതി ക്ഷേത്രത്തിലേക്ക് വരുന്നത്. പിന്നെ സ്കൂൾസ് ആയാലും എല്ലാം നമുക്ക് ഈ ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെയുണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും വലിയൊരു ടൗൺ ഏരിയ വരുന്നത്, അതായത് ഇത്തിരി വലിയൊരു ടൗൺ എന്ന് പറയുന്നത് നമുക്ക് വെമ്പായം അല്ലെങ്കിൽ വെഞ്ഞാറമൂട്, ഇതൊക്കെയാണ് നമുക്ക് ഇതിനോട് അടുത്ത് വരുന്ന ഏറ്റവും ഇത്തിരി വലിയൊരു ടൗൺ എന്ന് പറയാം. അല്ലാണ്ട് തേമ്പാമൂട് ജംഗ്ഷനൊക്കെ നമുക്കിവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ തേമ്പാമൂട് വരുന്നുള്ളൂ. പുല്ലമ്പാറയും നമുക്കിവിടെ നിന്ന് അടുത്താണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ. നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം.